എന്ത് പറ്റി വാസേട്ടാ? എന്താ പറ്റിയ? ഒന്നുമില്ല. എന്തോ ഉണ്ടല്ലോ. ഒന്നുമില്ലടോ. ഒന്നുമില്ലടോന്നോ? പിന്നെ നിങ്ങൾ എന്തിനാ ഇപ്പൊ 3 ഷോ വിട്ടത്? എന്താന്ന് പറ വാസേട്ടാ, നിങ്ങളെ മുഖത്ത് നല്ല ടെൻഷൻ ഉണ്ടല്ലോ. എടി എന്താ പ്രശ്നം അറിയോ? ഞാൻ ആ ജോസൂട്ടിക്ക് വേണ്ടിയിട്ടേ മറ്റേ ആ വിശ്വാസ കുറി കമ്പനിന്ന് ഒരു 1.5 ലക്ഷം ഉറുപ്പ് എടുക്കണ്ടായി. അതിപ്പോ എന്താ വെച്ചാ പലിശയൊക്കെ പാടെ കൂടിയിട്ട് ഏകദേശം ഒരു 2 ഉറുപ്പ് ആയിട്ടുണ്ട്. അയ്യോ. അപ്പൊ അത് എത്രയും പെട്ടെന്ന് അടക്കണം, പറ്റുമെങ്കിൽ നാളെ തന്നെ അടക്കണം എന്നാ പറയുന്നത്. നാളെ തന്നെ പറഞ്ഞപ്പോ നമ്മളിപ്പോ എവിടെ നിന്ന് എടുത്തു കൊടുക്കാനാ? എവിടെ നിന്ന് എടുത്തു കൊടുക്കാനാണ്? ഒരു കാര്യം ചെയ്യ്, ജോസൂട്ടിക്ക് വേണ്ടിട്ടല്ലേ, നിങ്ങളപ്പൊ ജോസൂട്ടിനോട് പോയിട്ട് പറ. ഓനോട് പോയി പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ലാന്ന്. ചോദിച്ചാ കൈ വലുതാണേ, ഞാൻ പാപ്പരായിരിക്കണെന്നാ പറയണത്. എന്താ കാട്ടുക? പിന്നെ നമ്മളിപ്പോ ഓനെക്കാട്ടും വലിയ പാപ്പരായിട്ട് കുത്തിരിക്കല്ലേ, അതോനോട് പറ. ഇതിപ്പോ എന്താ സംഭവിച്ചാല് അച്ഛനും മറ്റാ ബാങ്കിന്റെ മുതലാളിയുടെ അച്ഛനും തമ്മിൽ ചെറിയൊരു കണക്ഷൻ ഉണ്ട്. അപ്പൊ ആ ഒരു ബന്ധം വെച്ചിട്ടാണ് ശരിക്കും അന്ന് എനിക്ക് ആ പൈസ തന്നത്. ആ ബന്ധം വെച്ചിട്ട് കുറച്ച് ദിവസം കൂടെ ഒന്ന് നീട്ടിത്തരാൻ പറ. ഇനി നീട്ടൊന്നുമില്ല. ഇതിപ്പോ 5-6 പ്രാവശ്യം ഒരു നോട്ടീസ് അയച്ചിട്ടുണ്ടെന്നേ. ഒരു പ്രാവശ്യം അവിടെ ചെന്നിട്ട് ഒരു കാര്യം പറഞ്ഞിട്ട് പോലും ഇല്ല. ഇനിയിപ്പോ അവര് നീട്ടി തരുമോ? അപ്പൊ ഒരു കാര്യം ചെയ്യ്, ജോസൂട്ടിന്റെ അടുത്ത് പോയിട്ട് പറ. നിങ്ങളിപ്പോ ഇവിടുന്ന് ടെൻഷൻ അടിച്ചിട്ട് എന്താ കാര്യം? പിന്നെ നമ്മളെന്ത് ജപ്തി ചെയ്ത് കൊണ്ടുപോകാൻ നമ്മളെ കയ്യിൽ ഒന്നുമില്ലല്ലോ. പിന്നെ നമ്മളെന്തിനാ ടെൻഷൻ അടിക്കുന്നേ? മാത്രല്ല അവരുടെ ബോർഡ് മീറ്റിംഗ് എന്തോന്ന് നാളെ. ആ ബോർഡ് മീറ്റിംഗിൽ വെച്ചിട്ട് അവർ എന്തായാലും ഒരു കടുത്ത തീരുമാനം എടുക്കുന്നുള്ള കാര്യത്തില് ഒരു സംശയമില്ല എനിക്ക്. അപ്പൊ നമ്മളെന്ത് ചെയ്യും? നമ്മളെന്താ ചെയ്യണത് എനിക്കറിയില്ല, പേടിയാവണുണ്ട്. എന്താക്കും? അവര് മറ്റേ ഈ ഗുണ്ടാ സെറ്റപ്പ് ഒക്കെ ഉണ്ടല്ലോ, അതിന്റെ ഒക്കെ ആൾക്കാരുണ്ട് അതിന്റെ പിന്നില്. എങ്ങാനും വഴിയിൽ വെച്ചിട്ട് വല്ലതും ചെയ്തു പോയാ പിന്നെ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. അപ്പൊ ജോസൂട്ടിന്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടേക്ക്. എന്ത് ഈ മന്ദിരം നിന്നോട് പറഞ്ഞിട്ടും കാര്യമില്ല. എന്താ നേരെ തലയില് നിന്നോട് വല്ലതും പറഞ്ഞേക്കാൻ നല്ലത് മറ്റേ പരപ്പുറത്തേക്ക് വല്ലിട്ട് മുതോട്ട് വേണം. പിന്നെ എവിടെ നിന്ന് എടുത്ത് കൊടുക്കും കാശ്? ഞാനൊരു കാര്യം ചെയ്യട്ടെ, നാണല്ലാത്ത പരിപാടിയാണ്. അല്ല പരീക്കൂട്ടടുത്ത് ചെന്നിട്ട് പൈസ ചോദിച്ചാലോ? ഓന്റെ കയ്യിൽ 2 ലക്ഷം ഉറുപ്പിക ഉണ്ടാവോ? 2 ലക്ഷം ഉറുപ്പിക ഉണ്ടാവില്ല. പക്ഷെ റസീലടുത്ത് സ്വർണ്ണം ഉണ്ടല്ലോ, തൽക്കാലം അത് പണയം വെച്ചിട്ട് കുറച്ച് പൈസ മേടിക്കുക. ഇത് കിട്ടുമ്പോൾ കൊടുത്താൽ മതിയല്ലോ. നിങ്ങൾ പോയി ചോദിക്ക്. ചോദിച്ച പടിനെ റസിയ ഇപ്പൊ സ്വർണ്ണം ഉരുത്തിരല്ലേ. നിങ്ങൾ എന്ത് വർത്താനാ പറയുന്നത്? ഒരു കാര്യം ചെയ്യും, ജോസൂട്ടിന്റെ ഭാര്യ ജെസ്സി ഇല്ലേ, ഓളെ കയ്യിൽ ഇഷ്ടം പോലെ സ്വർണ്ണുണ്ട്. അവിടെ പോയി ചോദിക്ക്. ജോസൂട്ടറെ ഭാര്യയോട് ചോദിക്കുക? ഊന് വേണ്ടിട്ടല്ലേ എടുത്തത്, പിന്നല്ലാണ്ട്. അപ്പോൾ ഓള് തരണല്ലോ. ഓള് തരണല്ലോ. എന്നാ പിന്നെ അതിനല്ലേ ഞാൻ ചോദിക്കാം.